أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 184-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ എളിയ ഖിദ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നന്നാക്കി തരട്ടെ. ദോഷങ്ങളൊക്കെ റബ്ബ് പുറത്തു തരട്ടെ. ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. ആയിരങ്ങളാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ സുന്ദരമായ കൂട്ടായ്മയിൽ അണിചേർന്നിട്ടുള്ളത്. ഖുർആനിനെ മഹബ്ബത്ത് വെച്ച് മാത്രം മുത്തു മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ റഹ്മത്ത് തരണം റബ്ബേ. നിൻ്റെ വിശുദ്ധ കലാമിനെ മഹബ്ബത്ത് വെച്ചാണ്, സ്നേഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ മെമ്പറായത്, അംഗമായത്. ഈ ഖുർആനിൻ്റെ തന്നെ ശഫാഅത്തും ലഭിച്ച് ഞങ്ങൾക്ക് സ്വർഗത്തിലെത്തണം, നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തു സജദയുടെ പാരായണമാണ് നമ്മൾ നടത്തിയത്. സൂറത്തു സജദ നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, മുത്തുനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസവും പാരായണം ചെയ്യാതെ ഉറങ്ങില്ലായിരുന്നു എന്ന് പറഞ്ഞ സൂറത്താണ്. അതിനുശേഷം പതിവാക്കിയ കുറേ ഉമ്മമാരുണ്ട്, ഈ കൂട്ടത്തിൽ സഹോദരിമാരുണ്ട്. ചിലരൊക്കെ തുടങ്ങി, ചില ദിവസങ്ങളിലൊക്കെ മിസ്സായി, അറിയാം, സാരമില്ല. ആ ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ വരിക. എന്നിട്ട് നമുക്ക് അത് മുറുകെ പിടിച്ച്, ചെറിയ സൂറത്തല്ലേ, 1.5 കഷ്ണമല്ലേ ഉള്ളൂ, നമുക്ക് ഓതാലോ. അള്ളാഹു തൗഫീഖ് തരണം. അള്ളാഹുവേ നീ തൗഫീഖ് തരണം അള്ളാഹ്. ഇന്ന് നമ്മൾ ഓതാനുണ്ട്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണം. നേരത്തെ പലപ്പോഴായി നമ്മൾ പറഞ്ഞ് ഖിറാഅത്തിൻ്റെ ഇടയിലൂടെ, മറ്റ് സൂറത്തുകളുടെയൊക്കെ ഇടയിലൂടെ പറഞ്ഞതാണെങ്കിലും, നമ്മുടെ കിതാബിൽ തദ്രീബ്, നമ്മുടെ ഈ കിതാബിൽ 30-ാമത്തെ പാഠമായി കൊടുത്ത അൽ വഖ്ഫു അലൽ മുനവ്വൻ എന്ന ഈ പാഠത്തിലുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കിതാബ് എടുക്കാൻ വരട്ടെ, കിതാബ് എടുക്കലല്ല വേണ്ടത്. ഇപ്പം ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുക. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, സ്ക്രീനിൽ കാണുന്നത് ഫീ ദീനില്ലാഹി അഫ്വാജൻ എന്നുള്ളത്. ഫീ ദീനില്ലാഹി അഫ്വാജൻ അല്ലേ? അഫ്വാജൻ എന്ന് പറയുമ്പോൾ അവസാനത്തെ അക്ഷരം ജീമിന് തൻവീൻ ഫത്ഹ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കാണുന്നുണ്ട്. തൻവീൻ ഫത്ഹ കൊടുത്താൽ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ശരിക്കും ശ്രദ്ധിക്കണം. തൻവീൻ ഫത്ഹ ഇപ്പോഴും ഉണ്ട് പ്രിയപ്പെട്ടവരെ, ഇതറിയാത്ത ആളുകളെന്നേ. തദ്രീബിലല്ല ഞാൻ പറഞ്ഞത്, നമ്മെ ചുറ്റിപ്പറ്റിയുള്ള ആളുകളിൽ തന്നെ. തൻവീൻ ഫത്ഹ കൊടുത്താൽ അതിൻ്റെ ശേഷം സാധാരണഗതിയിൽ ഒരു അലിഫ് ഉണ്ടാവണം. സാധാരണഗതിയിൽ, ഞാൻ ബോധപൂർവമാണ് സംസാരിക്കുന്നത്. തൻവീൻ ഫത്ഹ വന്നാൽ സാധാരണഗതിയിൽ അതിൻ്റെ
ഉടനെ ശേഷം ഒരലിഫ് വേണം. ജീം പോലുള്ള ഹർഫൊക്കെ ആണെങ്കിൽ, ഹ പോലുള്ള ഹർഫുകളൊക്കെ ആണെങ്കിൽ ആ അക്ഷരത്തോട് കൂട്ടി എഴുതാറാണ് പതിവ്, എഴുതുകയാണ് വേണ്ടത് അലിഫിനെ. ഇപ്പം നോക്കിയാൽ ഞങ്ങൾ അഫ്വാജൻ എന്ന് പറഞ്ഞെടുത്ത് ഒന്ന് ശ്രദ്ധിക്കണം. അഫ്വാജൻ തൻവീൻ ഫത്ഹ അലിഫ്. എന്നാൽ ഇതൊക്കെ വലാ ഉശ്രികു ബി റബ്ബി അഹദൻ, ഇവിടെയും തൻവീൻ ഫത്ഹ ഉണ്ട്. ഇവിടെയോ തൻവീൻ ഫത്ഹയ്ക്ക് ശേഷം, അതായത് ദാലിൻ്റെ തൻവീൻ ഫത്ഹയുടെ തൊട്ടുടനെ അലിഫുണ്ട്. അത് ദാലുമ ചേർത്തിയല്ല. കാരണം ചേർത്തി എഴുതേണ്ട അക്ഷരങ്ങളുണ്ട് അറബിയിൽ, ചേർത്താൻ പാടില്ലാത്ത അക്ഷരങ്ങളുണ്ട്. ആർക്കതറിയാം? എത്ര ആളുകളുണ്ട്? കൂട്ടി എഴുതാൻ പറ്റുന്ന അക്ഷരങ്ങൾ, കൂട്ടി എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങൾ, മുമ്പ് ശേഷം. ഇതറിയുന്ന ആളുകൾ കമൻറ്റ് ബോക്സിൽ അതൊന്ന് എഴുതി തരണം. ചെറിയൊരു പണി നിങ്ങൾക്കും കിടക്കട്ടേനേ. നിങ്ങൾക്ക് വിഷയം മനസ്സിലായോ? മനസ്സിലായില്ല? എന്നാൽ ഞാൻ പറഞ്ഞുതരാം. നോക്കിയേ, അഫ്വാജൻ എന്ന് എഴുതിയെടുത്ത് അലിഫ് എഴുതിയത് ജീമിനോട് ചേർത്താണ്. അഹദൻ എന്ന് പറഞ്ഞിടത്ത് അലിഫ് എഴുതിയത് ദാലിനോട് ചേർത്തിയിട്ടല്ല, പിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പം ചില അക്ഷരങ്ങളോടൊക്കെ അലിഫ് ചേർത്ത് എഴുതും, ചില അക്ഷരങ്ങളോട് അലിഫ് ചേർത്താതെ എഴുതും. അതേതൊക്കെയാണെന്നറിയോന്ന് അതാ ചോദിച്ചത്. കമൻറ്റ് ബോക്സിൽ കൊടുക്കണം നിങ്ങൾ കേട്ടോ. മറക്കുവോ? ഇല്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കും ഞാൻ, ഇൻഷാ അല്ലാഹ്. ഏതെല്ലാം അക്ഷരങ്ങളോട് അലിഫിനെ ചേർത്തി എഴുതുക, ഏതെല്ലാം അക്ഷരങ്ങളോട് അലിഫിനെ ചേർത്താതെ എഴുതും എന്നുള്ളത് നിങ്ങൾ പറയണം. ഓക്കെ. എന്താണെങ്കിലും ശ്രദ്ധിക്കണേ, എന്താണെങ്കിലും തൻവീൻ ഫത്ഹ വന്നാൽ ശേഷം അലിഫ് എഴുതാറുണ്ട് സാധാരണഗതിയിൽ. സാധാരണഗതിയിൽ നിന്ന് ബോധപൂർവം പറയാം വീണ്ടും. ഇങ്ങനെയുള്ള സ്ഥലത്ത് വഖഫ് ചെയ്യുമ്പോൾ, എങ്ങനെയുള്ള സ്ഥലത്ത് തൻവീൻ ഫത്ഹയിൽ നിർത്തുമ്പോൾ ഒരലിഫിൻ്റെ ഖദർ നീട്ടിയാണ് നിർത്തേണ്ടത്. മനസ്സിലായോ? അഹദൻ, അഹദ, അഫ്വാജൻ, അഫ്വാജ. മനസ്സിലായോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണേ. എന്നാൽ ശ്രദ്ധിക്കണം. ഇത് നോക്കിയേ, ലാ തസ്മഉ ഫീഹാ ലാഗിയതൻ, ലാ തസ്മഉ ഫീഹാ ലാഗിയതൻ. ഇവിടെ താഇന് തൻവീൻ ഫത്ഹ ഉണ്ട്, പക്ഷേ ശേഷം അലിഫ് എഴുതിയിട്ടില്ല, എഴുതൂല. അത് തന്നെ കാരണം. എന്തുകൊണ്ടില്ലാന്ന്? ഹാറ്റാവ് വന്നാൽ അതിന് തൻവീൻ ഫത്ഹു ആണോ, ശേഷം അലിഫ് എഴുതൂല. ഇനി വേറൊന്ന് ഇത് നോക്കിയേ, ഫദ്ലൻ മിനല്ലാഹി വനിഅമതൻ. തൻ എന്നുള്ളത് തൻ ഇതേപോലെ തന്നെ തൻവീൻ ഫത്ഹ എഴുതിയിട്ടില്ല. ഇവിടെ എങ്ങനെയാ നിർത്തുക? നിഅമത എന്നോ? അല്ല, ഫദ്ലൻ മിനല്ലാഹി വനിഅമഹ്, നിഅമഹ് ലാ തസ്മഉ ഫീഹാ ലാഗിയഹ്. ഉണ്ടോ? അവിടെ അലിഫിൽ നീട്ടിയിട്ടല്ല നിർത്തുക, അവിടെ ആ താഇനെ തന്നെ ഹ ആയിട്ടാണ്. നമ്മൾ മുമ്പൊരു പാട്ട് പാടി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? രണ്ടു തരത്തിൽ താ വരും, അതു ഹാത്താ ബാത്താ ആയി വരും. ഹാത്തായിൽ നിർത്തുമ്പോൾ താഇൻ സ്വരമൊരു ഹ ആയി മാറി വരും. അത് തന്നെ. ഇനി ഇതൊക്കെ ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാതൻ. ഇവിടെയും ഹാത്ത ആണ്, തൻവീൻ ഫത്ഹ ഉണ്ട്, അലിഫ് ഉണ്ടാവൂല. എങ്ങനെ നിർത്തണം? ഇല്ലാ അൻ തത്തഖൂ മിൻഹും തുഖാഹ്, തുഖാഹ്. അങ്ങനെ ചിലർ അവിടെ നമ്മളിത് ഏത് സൂറത്തിലാണ് നിങ്ങൾ പറയോ?
ഇതേത് സൂറത്തിൽ ഞങ്ങൾ പറയോ? നോക്കി കണ്ടെത്തണം നിങ്ങൾ. നമ്മളിത് ഓതി പോന്നതാണ്. അവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. തുഖാറ്റ എന്ന് തെറ്റായി ഓതുന്നു കുറേ പേര്. പറ്റൂല, തുഖാ എന്നേ പറ്റൂ. നമുക്ക് മനസ്സിലായോ? ഇപ്പം എന്ത് മനസ്സിലായി? ഹാറ്റ അതിന് തൻവീൻ ഫത്ഹ വരും. വന്നാൽ അലിഫ് ഇല്ല. വഖഫ് അലിഫിലല്ല. പിന്നെയോ ആ ചാഇനെ ഹ ആക്കിയിട്ടാണ് വഖഫ്. മൗലരെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണത് തന്നെയല്ലേ? അറിയണത് തന്നെയാണ്. നമ്മളിതൊക്കെ ആയത്തിൻ്റെ ഒരുപാട് ആയത്തുകളിൽ കണ്ടും കേട്ടും പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ഇത് ലാസ്റ്റ് പറച്ചിലാണ്. ഇനി ഈ വിഷയം ചർച്ചയ്ക്ക് ഇടൂല. അത് തന്നെ. എന്നാൽ ഇത് നോക്കിയേ. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅൻ. ഉണ്ടോ? ഇൻശാഅൻ. ഇവിടെ നോക്കിയേ, ഹംസയാണ് വന്നിട്ടുള്ളത് ലാസ്റ്റ്. അതിന് തൻവീൻ ഫത്ഹ വന്നു. കാണില്ലേ? കാണണം, നോക്കണം. ഈ തൻവീൻ ഫത്ഹ ഹംസക്ക് വന്നു. ശേഷം അലിഫുണ്ടോ? അലിഫുണ്ടോ? ഇല്ല. ഇവിടെ എങ്ങനെയാണ് നിർത്തുക? ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ മാഷാ അല്ലാഹ്. ഒരുപാട് തവണ പറഞ്ഞു പോകുന്നതാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതാണ്, മറന്നുപോയോ എന്നറിയാൻ വേണ്ടിയിട്ടാ. ഇൻശാ കുറച്ച് നീട്ടിയിട്ടാ നിർത്തുക. അഫ്വാജ ഓർമ്മണ്ടാ? ബിറബ്ബി അഹദ റഹീമ എന്നൊക്കെ പറയുമ്പോൾ നീട്ടൂലേ കുറച്ച്? അതേപോലെ അസ്ലിയായ മദ് കൊടുത്തിട്ട് ഒരലിഫിൻ്റെ ഖദർ. അലിഫുണ്ടോ? ഇവിടെ ഇല്ല. ഈ ആയത്ത് നോക്കിയേ. റിജാലൻ കസീറൻ വനിസാഅ. അല്ലേ? ഇവിടെയും കണ്ടോ? എന്തില്ല? ഹംസക്ക് ശേഷം അലിഫില്ല. വേറെ ഉദാഹരണം നോക്കിയേ. ലൈസു സവാഅ. അങ്ങനെ നിർത്തുക. ഇവിടെ അലിഫുണ്ടോ? ശേഷം ഇല്ല. ഇല്ല ദുആഅൻ വനിദാഅ. ഇവിടെ അങ്ങനെയാ നിർത്തുക. ശേഷം അലിഫുണ്ടോ? ഇല്ല. ഇനി ഇങ്ങോട്ട് നോക്കിയ സ്ക്രീനിലേക്ക്. ഈ ഉദാഹരണങ്ങളിലൊക്കെ നമ്മളിപ്പോൾ ഓതിയ ഹംസ ലാസ്റ്റക്ഷരം, തൻവീൻ ഫത്ഹ വന്നു, നിർത്തലൊക്കെ അലിഫിൽ. എന്നാൽ അലിഫുണ്ടോ ലാസ്റ്റിൽ? ഇല്ല. മനസ്സിലായോ? എന്താ അലിഫ് ഇല്ലാതിരിക്കാൻ കാരണം? സിമ്പിൾ മറുപടി, ഹംസൻ്റെ മുമ്പ് അലിഫ് ഉള്ളതുകൊണ്ട്. എഴുത്തിൻ്റെ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പാരായണത്തിന് മാത്രമല്ലല്ലോ പ്രത്യേകത ഉള്ളത്, എഴുത്തിനും ഒരുപാടുണ്ടല്ലോ. അങ്ങനെ മനസ്സിലാക്കുക. മുമ്പ് അലിഫുണ്ട് ഹംസൻ്റെ മുമ്പ്. ഈ എല്ലാ ഉദാഹരണം പരിശോധിച്ച് നോക്കി. ഇൻഷാ ഷീൻ്റെ ഫത്ഹനെ നീട്ടാൻ. വനിസാ സീനിൻ്റെ ഫത്ഹനെ നീട്ടാൻ. ലൈസു സവാ വാവിൻ്റെ ഫത്ഹനെ നീട്ടാൻ. വനിദാ ദാലിൻ്റെ ഫത്ഹനെ നീട്ടാൻ. അലിഫുള്ളത് കൊണ്ട് ശേഷം അലിഫ് എഴുതൂല. നിങ്ങൾക്ക് മനസ്സിലായോ? അലിഫ് എഴുതൂല, വഖഫ് അലിഫിൽ. എന്നാൽ ഇത് നോക്കിയേ, ജുസ് ആ. ഈ ഉദാഹരണം നോക്കിയേ, ജുസ് ആ ഹംസ തൻവീൻ ഫത്ഹ ശേഷം അലിഫ്. ഇവിടെ ശേഷം അലിഫുണ്ട്. കാരണം എന്താ? ഹംസൻ്റെ മുമ്പ് അലിഫില്ല. മനസ്സിലായോ? അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. നേരത്തെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഇനി ഇതിന് ഇങ്ങനെയാണ് എഴുത്ത്, പാരായണം ഇങ്ങനെയാണ്. ഇനി ഒരു പാട്ട് കൂടി പാടിയാൽ വിഷയം ഫിനിഷായി. ഓക്കെ, പറയട്ടെ? കേട്ടോ?
മുമ്പ് നമ്മളൊരു പാട്ട് പാടിയിട്ടുണ്ട്. എന്ത്? ജുസ് അൻ മാ അൻ എന്നീ 2 പദങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? മാ അൻ പിറകെ അലിഫില്ല, ജുസ് അൻ അലിഫുണ്ടെന്നറിയില്ലേ? അലിഫുണ്ടേലും ഇല്ലേലും അൻ എന്നത് വഖഫിൽ ആ എന്നെ നിർത്താവൂ, ഇവിടെ ഒരുപാട് ആളുകൾ പിഴപോതുന്നുണ്ടറിയില്ലേ? ഇത് മുമ്പ് പാടിയതാ. എന്നാ പുതിയ പാട്ട് കേട്ടോക്കിയേ, നമ്മൾ തെദ്രീബിലുള്ളത്. ഹംസക്കു തൻവീൻ ഫത്ഹ് വന്നാൽ പിന്നെ പിറകെ അലിഫ് എഴുതാറതില്ല പൊന്നേ. അലിഫില്ല എന്നാൽ തന്നെയും വഖഫ് അലിഫില, അറിയേണ്ടതാമ അൻ നിദാഅൻ മുസ്സില. ഷൈഅൻ വജുസ്അൻ എന്നതിൽ അലിഫുണ്ട്, മുന്നേ അലിഫ് ഇല്ലാത്തതാണതുകൊണ്ട്. ഉദാഹരണങ്ങളുമായി വിഷയമായി. എങ്ങനെയൊന്നും പാടാൻ ഞങ്ങൾക്ക് കഴിയില്ലട്ടോ. എന്നാൽ നിങ്ങൾക്ക് കഴിയണ ഒരു രീതിയിൽ കേട്ടോളൂ. നോക്കൂ. ഹംസക്ക് തൻവീൻ ഫത്ഹ് വന്നാൽ പിന്നെ പിറകെ അലിഫ് എഴുതാറതില്ല പൊന്നേ. അലിഫില്ല എന്നാൽ തന്നെയും വഖഫ് അലിഫില, അറിയേണ്ടതാമ അൻ നിദാഅൻ മുസ്സില. ഉദാഹരണമായി കൊടുത്ത മാ അൻ നിദാഅൻ എന്നത് മുസ്സില എന്ന് പറഞ്ഞാൽ ഷൈഅൻ വജുസ്അൻ എന്നതിൽ അലിഫുണ്ട്, മുന്നേ അലിഫ് ഇല്ലാത്തതാണതുകൊണ്ട്. ഓക്കെ അല്ലേ? ആണ്. അൽഹംദുലില്ലാഹ്. ഇനി കുറച്ചുകൂടെ നമുക്ക് ഓതാനുണ്ടല്ലോ. അവിടെയൊക്കെ ഈ വിഷയം ജസ്റ്റ് ഓർമ്മല്ലേ? അലിഫുണ്ട്, ഇല്ല, ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങനെ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ജസ്റ്റ് പറഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം. ഖിറാഅത്തിൽ കുറേ ആളുകൾക്ക് തെറ്റുവരുന്ന നല്ലൊരു സ്ഥലമാണ്. ഇന്ന അൻശഅനാഹുന്ന ഇൻശാഅ എന്നുള്ളിടത്ത് ഇൻശാ എന്നോദൽ. ലൈസു സവാഅ, ലൈസു സവാഅ റിജാലൻ കസീറൻ വനിസാഅ. ശരി, ഇത് തെറ്റ്. റിജാലൻ കസീറൻ വനിസാഅ തെറ്റ്. കുറേ ആളുകൾക്കുണ്ട് ഇങ്ങനെ. ഓക്കെ, തെറ്റാൻ പാടില്ല. കറക്റ്റ്. ഇനി നമുക്ക് സൂറത്തുൽ അഹ്സാബ് കുറച്ചൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا وتوكل على الله وكفى بالله وكيلا ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم وما جعل أدعياءكم أبناءكم ذلكم قولكم بأفواهكم والله يقول الحق وهو يهدي السبيل. നോക്കിയേ. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين. يا أيها النبي اتق الله യാണ് ട്ടോ, അല്ലാതെ النبي اتق الله ഓതരുത്.
വലാ തുതിഇ ത്വാഇനും ഐനിനും കസ്റാണ്. കുറേ പേർ ഓതുമ്പോൾ വലാ തുതിഇ എന്ന് ത്വാഇനു സുകൂൻ കൊടുക്കുന്നു, തു ആക്കുന്നു, പാടില്ല. വലാ തുതിഇൽ കാഫിരീന വൽ മുനാഫിഖീൻ. ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. വത്തബിഅ മാ യൂഹാ ഇലൈക മിർ റബ്ബിക്. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. ما جعل الله لرجل من قلبين في جوفه. ما جعل الله لرجل من قلبين في جوفه وما جعل أزواجكم اللائي تظاهرون منهن أمهاتكم. അസ്വാജകുമുല്ലായി മദ് മുത്തസിൽ ഉണ്ട്, അത് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും ദാലികും ഖൗലുകും ബിഅഫ്വാഹികും വല്ലാഹു യഖൂലുൽ ഹഖ്ഖ വഹുവ യഹ്ദിസ് സബീൽ. ഉദ്ഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. صدق الله العظيم. ഉദുഊഹും ലിആബാഇഹിം. ഉദുഊഹും എങ്ങനെ? ഉദുഊഹും. എന്തുകൊണ്ടാ ഉദുഊഹും എന്ന് ഓതുന്നതെന്ന് പറയണ്ടല്ലോ, ഇനി വേണ്ട. ഉദുഊഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ്. ഹുവ അഖ്സതു. അഖ്സതു. ആ സീന് സാധാവാനുള്ള സാധ്യത ചെറിയ സാധ്യത ഒന്നും അല്ല കേട്ടോ. അവരുടെ فإن لم تعلموا آباءهم فإخوانكم في الدين ومواليكم وليس عليكم جناح فيما أخطأتم به ولكن ما تعمدت قلوبكم وكان الله غفورا رحيما. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين
من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم إلى أوليائكم معروفا كان ذلك في الكتاب مسطورا صدق الله العظيم. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്, ദോഷങ്ങൾ പൊറുക്കാനുള്ള നിമിത്തമാക്കണേ അല്ലാഹ്. തദ്രീബ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഖിദ്മകളൊക്കെ നിൻ്റെ പക്കൽ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ അഅ്മാലു സാലിഹാത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, ഉപ്പമാർ, അള്ളാഹുവേ എല്ലാവർക്കും നീ ഖൈറിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഷർറിൻ്റെ വാതിലുകളൊക്കെ അടച്ച് എല്ലാ നിലക്കുമുള്ള സന്തോഷവും റാഹത്തും സമാധാനവും ശിഫയും കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ രോഗങ്ങളുമായി പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുവേ നീ ശിഫയാക്കണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, നീ സലാമത്ത് നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുണ്ട്, ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മാ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മാ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക